നാലാം ട്രാക്കിൽ അരോമയാണ്, പുതിയ വള്ളമാണ്. ചമ്പക്കുളം മൂലം ജലോത്സവത്തിൽ രാജപ്രമുഖൻ ട്രോഫി നേടിയ വള്ളമാണ് അരോമ. പുതിയ ചുണ്ടനാണ്. ഒരുപക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ ജേതാക്കളായ വില്ലേജ് ബോട്ട് ക്ലബിന്റെ ടീമിനെ ഒന്നടങ്കം എടുത്തുകൊണ്ട് പരിശീലിപ്പിച്ചുകൊണ്ട് കടന്നു വരുന്ന അരോമ. അതുകൊണ്ട് തന്നെ മത്സരം കടുക്കും. മൂന്നാം ട്രാക്കിൽ വരുന്ന കാരിച്ചാലും, അതോടൊപ്പം തന്നെ രണ്ടാം ട്രാക്കിൽ വരുന്ന കാരിച്ചാലും, നാലാം ട്രാക്കിൽ വരുന്ന അരോമയും തമ്മിലുള്ള പോരാട്ടമായിരിക്കാം തീവാറുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് 4 ജല ചക്രവർത്തിമാരും ഏതാണ്ട് ഒപ്പത്തിനൊപ്പം തുഴയെറിഞ്ഞ നയന മനോഹരമായുള്ള കാഴ്ച കാണികൾ ആവേശഭരിതമാക്കുകയാണ്. എന്തൊരു പോരാട്ടമാണ്, എന്തൊരു വീറാണ്, എന്തൊരു വാശിയാണ്. അങ്ങോളത്തുള്ളികളെ കീറി മുറിച്ചുകൊണ്ട് ആ ജലചക്രവർത്തിമാരുടെ ആ തേരോട്ടമൊന്നും കണ്ടില്ലേ? ആരോമ ഒരല്പം മുന്നിലാണെന്ന് തോന്നുന്നു. അതെ, ആരോമ നാലാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ആരോമ ബോട്ട് ക്ലബ്ബ് പറവൂർ കൊല്ലം തുഴയുന്ന ആരോമ അങ്ങനെ മനോഹരമായി തുഴയെറിഞ്ഞ് കടന്നു വരുന്ന നയന മനോഹരമായ കാഴ്ച. അത് കാരിച്ചാൽ ജലചക്രവർത്തി കാരിച്ചാൽ രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്നു. അങ്ങനെ ഒന്നാം ട്രാക്കിൽ സെന്റ് പയസ് ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്നു. അങ്ങനെ മൂന്നാം ട്രാക്കിൽ ചെറുതനയാണ്. അങ്ങനെ എണ്ണം പറഞ്ഞു തുഴയേറിയുന്ന ജലചക്രവർത്തിമാരുടെ പോരാട്ടത്തിന് ഇതാ പുന്നമടക്കായൽ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ, പുന്നമടക്കായലിന് തെവിടിച്ചിരിക്കുകയാണ് അരോമ. പുത്തഞ്ചുണ്ടൻ ഈ വർഷം പണിതിറക്കിയ ചുണ്ടനാണ് ആരോമ. ചുണ്ടൻ അണിഞ്ഞ ചമ്പക്കുളം മൂലം ജലോത്സവത്തിന് രാജപ്രമുഖൻ രവി ആദ്യ മത്സരത്തിൽ മൂത്തമിട്ട് ട്രോഫി നേടിയ ചരിത്രം പിറക്കുന്ന ആരോമ ചുണ്ടൻ നാലാം ട്രാക്കിലൂടെ കുതിച്ചു വരുമ്പോഴത്തേക്ക് ഇല്ല വിട്ടുകൊടുക്കുന്നില്ല. രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ആ ജലചക്രവർത്തി കാരിച്ചാലും മൂന്നാം ട്രാക്കിലൂടെ വരുന്ന ചെറുതനയും ആരോമയും തമ്മിലുള്ള പോരാട്ടമാണ്. കാരിച്ചാലേ, നീ എവിടെയാണ്? നിന്റെ പഴയ വീര്യം ഈ പുന്നമടക്കായലിൽ എടുക്കാൻ കഴിയുന്നില്ലല്ലോ. ഇതാ ചെറുതന, മൂന്നാം ട്രാക്കിലുള്ള ചെറുതനയും നാലാം ട്രാക്കിലുള്ള അരോമയും തമ്മിലുള്ള പോരാട്ടം കാണികളുടെ മസ്തിഷ്കത്തിൽ ആവേശം വാരി വിതറിക്കൊണ്ട് കടന്നു വരികയാണ് ആരോമ. അല്ല ചെറുതന, എന്തൊരു വീര്, എന്തൊരു പോരാട്ടം. അങ്ങനെ ആരോമയും ചെറുതനയും തമ്മിലുള്ള ഫോട്ടോ ഫിനിഷ്. അതെ, ഫോട്ടോ ഫിനിഷ് എന്ന് പറയാം. ആരോമയും നാട്ടകം ബോട്ട് ക്ലബിന്റെ നാട്ടകം ചെറുതനയും തമ്മിലുള്ള പോരാട്ടം അങ്ങനെ കടന്നുപോയി. ഫോട്ടോ ഫിനിഷാണ്. അങ്ങനെ മറ്റൊരു കാരിച്ചാലും ജലചക്രവർത്തിയായ കാരിച്ചാലും സെന്റ് പയസ് അങ്ങനെ ആടിത്തുഴഞ്ഞ് വാശിയൊന്നും കുറയ്ക്കുന്നില്ല. അവരും ഇതാ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടക്കുകയാണ്. അങ്ങനെ കാരിച്ചാലും ആ നാലാം പാദ മത്സരത്തിൽ, നാലാം ഹീറ്റ്സ് മത്സരത്തിൽ അങ്ങനെ ആരോമയും ചെറുതനയും തമ്മിലുള്ള ഉഗ്ര പോരാട്ടത്തിന് കാണികൾ സാക്ഷ്യം വഹിച്ചു. ഇപ്പോൾ ഈ പുന്നമട കായലിന്റെ ഈ വാട്ടർ സ്റ്റേഡിയത്തെ പുളകമണിയിച്ചുകൊണ്ട് ചാറ്റൽ മഴ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നടക്കാനുള്ളത് 5ാം പാദ മത്സരമാണ്, 5ാം ഹീറ്റ്സ് മത്സരമാണ്. 5ാം ഹീറ്റ്സിൽ എത്തുന്നത് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 5ാം ഹീറ്റ്സിൽ 21ാം നമ്പർ വള്ളം നിരണം ചുണ്ടൻ 1ാം ട്രാക്കിലൂടെ കടന്നു വരുന്നു. 2ാം ട്രാക്കിൽ വള്ളമില്ല. 3ാം ട്രാക്കിൽ 11ാം നമ്പർ വള്ളം പുണ്യാളൻ നിരണം. 3ാം ട്രാക്കിൽ 4ാം ട്രാക്കിൽ 17ാം നമ്പർ വള്ളം ആർപ്പൂക്കര. അങ്ങനെ നിരണം ചുണ്ടനും അതോടൊപ്പം തന്നെ പുണ്യാളൻ നിരണവും അത് ആർപ്പൂക്കരയും ഈ 2 വള്ളങ്ങൾ 3ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന പുണ്യാളൻ നിരണവും അതോടൊപ്പം തന്നെ 4ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ആർപ്പൂക്കര ചുണ്ടനും പുതിയ ചുണ്ടനാണ്. ഇക്കുറി ആദ്യമായിട്ട് നെഹ്റു ട്രോഫി മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നതാണ്. നിരണം ചുണ്ടനും വലിയ കാലപ്പഴക്കമില്ല. 2 വർഷം മുമ്പ് വീട്ടിലിറങ്ങിയ നിരണം ചുണ്ടൻ. അങ്ങനെ 3 ജലചക്രവർത്തിമാരുടെ പോരാട്ടമാണ് ഈ 5ാം ഹീറ്റ്സിൽ നടക്കാൻ പോകുന്നത്. അഞ്ചാമത്തെ ഹീറ്റ്സിലേക്ക് ഒരു കിളി പാടി ചിങ്ങത്തൊടി മേലെ ആവണിയായി പൊന്മലയാളത്തിൻ തിരുനാളാ കതിർച്ചൂടി വയലാകെ പൂമൂടിച്ചെരിവാകെ തിരകളിലാർപ്പായി മേളം തിത്തൈ തിമിത
ചുറ്റി ഓണമിങ്ങെത്തി. അങ്ങനെ ഓണത്തിന് നമുക്ക് പാടാൻ ന്യൂസ് 18ന്റെ ഓണപ്പാട്ടും റെഡിയായി. ന്യൂസ് 18 കൺസൾട്ടിംഗ് എഡിറ്റർ ലീൻ ബി ജസ്മസ് വരികൾ എഴുതി ശ്രീനേഷ് എൽ പ്രഭു ഈണമിട്ടതാണ് ഈ മനോഹരമായ ഗാനം. വിനീത് എസ്തപ്പാനാണ് ആലപിച്ചത്. സംഘടിപ്പിച്ച ജലമേളയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ നടുഭാഗത്തിന്റെ പിന്മുറക്കാർ നടുഭാഗം രണ്ടാം ട്രാക്കിൽ പുന്നമട വള്ളത്തിന്റെ നേതൃത്വത്തിൽ ചുണ്ടനാണ് നിരണം ചുണ്ടൻ. ഇവിടെ KG എബ്രഹാം ക്യാപ്റ്റൻ ആണെങ്കിൽ ബൈജു കുട്ടനാട് എന്ന പരിചയസമ്പന്നനാണ് ഇതിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻ. നമുക്കറിയാം 2025 കഴിഞ്ഞ വർഷം നെഹ്റു ട്രോഫിയിൽ ഫൈനലിലെത്തിയ വള്ളമാണ് ഈ നിരണം ചുണ്ടനെങ്കിൽ മൂന്നാം ട്രാക്കിൽ മത്സരിക്കുന്നത് പുണ്യാളൻ നിരണമാണ്. പുതുപുത്തൻ വള്ളമാണ്. 2026 ജൂലൈയിൽ നീറ്റിലിറക്കിയ വള്ളമാണ്. അഞ്ചാമത്തെ ഹീറ്റ്സ് ട്രാക്ക് നമ്പർ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഹീറ്റ്സ് അഞ്ചാമത്തേത് ആവേശകരമായി പുരോഗമിക്കുന്നു. നിരണം ചുണ്ടൻ ഒന്നാമത്തെ ട്രാക്കിൽ മത്സരിക്കുമ്പോൾ മൂന്നാമത്തെ ട്രാക്കിൽ പുണ്യാളൻ കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ ബോട്ടാണ്. നിരണം പുണ്യാളൻ ആർപ്പൂക്കര ചുണ്ടനിലെത്തുന്നു. ഇമ്മാനുവൽ ബോട്ട് ക്ലബ് കുമരകം. അങ്ങനെ 3 വള്ളങ്ങളാണ് ഇതാ വന്നുകൊണ്ടേയിരിക്കുന്നത് ഒരു ഫൈനലിലേക്കുള്ള ഇടം പിടിക്കാൻ വേണ്ടി. ഇത് അഞ്ചാമത്തെ ഹീറ്റ്സ് ആണ്. അഞ്ചാമത്തെ ഹീറ്റ്സിൽ 3 ചുണ്ടൻ വള്ളങ്ങൾ ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടം കാഴ്ചവെക്കാൻ കഴിഞ്ഞ വർഷങ്ങളായി ശ്രദ്ധേയ പോരാട്ടം കാഴ്ചവെക്കുന്ന നിരണം ചുണ്ടനാണ് ഒന്നാമത്തെ ട്രാക്കിൽ. 21 നമ്പർ രജിസ്റ്റർ നമ്പർ 21 നമ്പർ ചുണ്ടൻ വള്ളം നിരണം ചുണ്ടൻ. നിരണം ബോട്ട് ക്ലബ് നിരണത്തിൽ നിന്ന് KG എബ്രഹാം ക്യാപ്റ്റനായിട്ടുള്ള നിരണം ചുണ്ടൻ ഒന്നാമത്തെ ട്രാക്കിൽ എത്തുന്നു. രണ്ടാമത്തെ ട്രാക്ക് ഒഴിഞ്ഞു കിടക്കുകയാണ്. രണ്ടാമത്തെ ട്രാക്കിൽ മത്സരമില്ല. മൂന്നാമത്തെ ട്രാക്കിൽ നിരണം പുണ്യാളൻ കുമരകം ടൗൺ ബോട്ട് ക്ലബ് തുടയുന്ന നിരണം പുണ്യാളനാണ് മൂന്നാമത്തെ ട്രാക്കിൽ. നാലാമത്തെ ട്രാക്കിൽ ആർപ്പൂക്കര ചുണ്ടൻ വരികയാണ്. ഇമ്മാനുവൽ ബോട്ട് ക്ലബ് കുമരകത്തിന് വേണ്ടി. ആരായിരിക്കും ഒന്നാമത്തെ ട്രാക്കുകളിൽ മത്സരിക്കുന്ന ചുണ്ടന്മാരിൽ കേമന്മാരായി എത്തുക ഈ അഞ്ചാമത്തെ ട്രാക്കിൽ? അഞ്ചാമത്തെ ഹീറ്റ്സ് പോരാട്ടം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.